ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് ചില ചിന്തകൾ ഓർപ്പിക്കാൻ. ആ ഭാഗമല്ല, ഇന്ന് ദൈവവചനം നമ്മെ കേൾപ്പിച്ചു കഴിഞ്ഞു. ആ ദൈവവചനത്തോട് ചേർന്നാണ് ചില ചിന്തകൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് യോഹന്നാന്റെ ലേഖനം 3 അല്ലെങ്കിൽ 1 ലേഖനത്തിന്റെ 4 വാക്യം വളരെ പരിചയമുള്ള വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 3 മുതൽ ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാന്റെ 3 ലേഖനം 3, 4 വാക്യം. 3 John verse 3 and 4. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. ഇവിടെ ഒരു കുടുംബമാണ്, കുടുംബത്തിന്റെ നാഥനായിരിക്കാം. നമുക്കറിയാം, ഗായോസിനെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു. ഇന്ന് യുവതിയോട് അടുത്ത സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വേണ്ട എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് ഉന്നതത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസ നിലയിൽ, ജോലി നിലയിൽ, സമൂഹത്തിൽ ഉന്നതമായ ഒരു നിലവാരം പുലർത്തുന്ന വ്യക്തികളായിക്കോട്ടെ, ദൈവം തരുന്ന അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുവാൻ ഇടയാകണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിന്റെ മക്കൾ, അല്ലെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ മക്കൾ, അല്ലെ, എന്റെ മക്കൾ എന്ന് കൃത്യമായിട്ട് വായിക്കുവാനായിട്ട് കഴിയും. നിന്റെ മക്കൾ എന്ന് പറയാൻ ഈസിയാണ്. മറ്റുള്ളവരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ ഈസിയാണ്. എന്നാൽ എന്റെ മക്കൾ, ഞാൻ അങ്ങനെ പറയട്ടെ, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മളോട് ചേർന്ന് വചനം സംസാരിച്ചു. പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടിടയായി. ഞാൻ ഇന്നലെ രാത്രിയിൽ വാസ്തവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില നാളുകളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചെന്നാൽ ഇന്നലെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു ഭാഗം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവിന്റെ ദാസൻ പറഞ്ഞ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അനേക കുടുംബങ്ങളെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിയും. മാതൃ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആ ഒരു കുടുംബം നമുക്കറിയാം. വളരെ പരിചയമായ ഒരു സഹോദരിയുടെ പേരിൽ അല്ലെങ്കിൽ ആ അധ്യായം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ ഭാഗത്തേക്ക് തിരിയുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവര്, ഇന്നലെ രാത്രി ഞാൻ റോയ് ബ്രദറിനോട് പറഞ്ഞു, ആ മെസ്സേജൊക്കെ തയ്യാറായോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് ഞാൻ ഇന്ന് അല്പമായി സംസാരിപ്പാനായിട്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും 2 കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി പഴയ നിയമത്തിലേക്ക് നമുക്ക് തിരിയാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് എത്താം. അത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ആ സംസാരം പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയോടെ ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടെ ദൃഢമാകുവാൻ ഇടയായി. പ്രാർത്ഥനയുടെ റിസൾട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചന പഠനവും പ്രാർത്ഥനയും ഒരുപോലെ പോകേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ പ്രാർത്ഥനയ്ക്ക് വളരെ സ്വാധീനമുണ്ട് എന്ന് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിന് അല്പം പുറകോട്ട് പോയാലും പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അത് ഈസിയായിട്ട് എല്ലാവർക്കും കഴിയുവാനായിട്ട് കഴിയും. വളരെ പ്രതിസന്ധിയിൽ കൂടെ പോയ ഒരു കുടുംബമാണ് ഹന്നയുടെയും എൽക്കന്നയുടെയും കുടുംബം. ആ ചരിത്ര ഭാഗങ്ങളിലേക്ക് തിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹന്ന നമുക്കറിയാം, ഒരു മാതൃ സഹോദരിയായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയുടെ റിസൾട്ട് വാങ്ങി ദൈവത്തിന് ആ റിസൾട്ട് കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഹന്ന എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ ഭാഗം വളരെ പരിചയമാണല്ലോ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആ ഭാഗം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത്
എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്നയും മറ്റൊന്ന് പെനീനയും ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും. ചരിത്രഭാഗത്തേക്ക് പോകുന്നില്ല. ഈ സഹോദരി കുടുംബജീവിതം നയിച്ചിട്ട് ഒരു കുഞ്ഞിനെ കാണുവാൻ കഴിയാതെ വണ്ണം വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു രംഗം. മാത്രവുമല്ല, ആ വേദനയുടെ ആ കാഠിന്യം നമുക്ക് 6-ാം വാക്യത്തിൽ കാണാം. പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുന്ന ഒരു രംഗമാണ്. പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുന്ന രംഗമായി തീർന്നു. ഞാൻ അതിന്റെ ആ ഭാഗത്തെല്ലാം തിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ തന്നെ ആ പ്രതിയോഗി കളിയാക്കുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ തനിക്ക് ചെയ്യുവാൻ പറ്റുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിന്റെ ആ ഭാഗത്ത് നമ്മൾ കാണുവാൻ കഴിഞ്ഞു. അവൾ ഇരുന്ന് കരയുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സഹോദരി അവിടെ ഇരുന്ന് ഹന്ന അവിടെ എൽക്കാന ഹന്നയോട് ചോദിക്കുന്നുണ്ട്, അന്നെ നീ എന്തിനാണ് കരയുന്നത്? ഞാൻ 10 മക്കളെക്കാട്ടിലും പുത്രന്മാരെക്കാളും നന്നല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ആ സഹോദരിയുടെ വേദന നമുക്ക് നന്നായിട്ടറിയാം. അവിടെ നിന്ന് കരയുകയാണ്. കരഞ്ഞിട്ട് ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിന്റെ 1-ാമത്തെ വാക്യമാണ്. ഞാനവിടെ അതൊന്ന് വായിച്ച് ആഗ്രഹിക്കുന്നു. 10-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു. 1-ാമത്തെ വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അവൾ ഒരു നേർച്ച നേർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയോടടുത്ത സമയത്ത് വിവിധ കുടുംബങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിച്ച് ജോലി ചെയ്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ദാനമായി നൽകി അവരെ വളർത്തി അവർക്ക് വേണ്ടതെല്ലാം നൽകിക്കൊടുത്ത് അവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമുക്കൊരു മാതൃക കാണുവാൻ കഴിയും. മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ ഓർപ്പിക്കുന്ന കാര്യം, മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. മാത്രമല്ല വളരെ കരഞ്ഞു എന്ന് മാത്രമല്ല വളരെ കരഞ്ഞു. തന്റെ ജീവിതത്തിന്റെ ആ പ്രതിസന്ധിയിൽ വളരെ കരഞ്ഞു. മാത്രമല്ല കരയുക മാത്രമല്ല, അവർ നേർച്ച നേർന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ഭാഗം വായിച്ചപ്പോൾ ആ നേർച്ച നേർന്നത് എന്താണെന്ന് അതിന്റെ താഴെ നമുക്ക് കാണുവാൻ കഴിയും. അടിയനോട് കടാക്ഷം തോന്നി, അടിയന്റെ സങ്കടം നോക്കി, അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അതാണ് നേർച്ച. പ്രിയ സഹോദരി ഹന്ന എന്ന് പറയുന്ന സഹോദരി നേർന്നത്, എനിക്കൊരു പുരുഷ പ്രജ ലഭിക്കുമെങ്കിൽ. മക്കളില്ലാത്ത അതിവ്യസനകരമായ അവസ്ഥയാണ്. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട്, ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു മകനെ, എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നല്ല, വളരെ വ്യക്തമായിട്ട് പറയാണ്, എനിക്കൊരു പുരുഷ സന്താനം. അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? ഞാനിതിന് ചിന്തിച്ചത് ഓർത്തു, എന്തിനാണ് പുരുഷ സന്താനത്തെ? ഒരു മോളെ പോരായിരുന്നോ? ഒരു മകനെ തന്നെ നൽകണമെന്ന് കർത്താവിനോ അല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെ പറയട്ടെ, അവനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദേവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ കൊടുക്കുവാൻ. നമുക്കറിയാം അതിന്റെ ചരിത്ര ഭാഗത്തേക്ക്, അടുത്ത ഭാഗത്തേക്ക് കടന്നാൽ നമുക്കത് കാണുവാൻ കഴിയും. നേർച്ച നേർന്ന് ജീവപര്യന്തം അവനെ ആ കഥാ ദൈവത്തിന് വേണ്ടി കൊടുത്തു എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് മുലകുടി പ്രായം കഴിഞ്ഞപ്പോൾ അവനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുപോയി വിട്ടിട്ട് ആ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ബാലനായി അവിടെ നമുക്കറിയാം അതിന്റെ റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി മാത്രമാണ് ഈ ഹന്ന ആ സ്പെസിഫിക് ആയിട്ട് ഒരു പുരുഷ സന്താനം എനിക്ക് ലഭിക്കും. പ്രാർത്ഥന കേട്ടോ? പ്രാർത്ഥന കേട്ടു എന്ന് കാണുവാൻ ഒരു പുരുഷ സന്താനത്തെ കൊടുത്തു. മാത്രമല്ല അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് നേർച്ച നേർന്നു. മാത്രമല്ല അവിടെ വായിക്കുന്നത് 13-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹന്ന
ഹൃദയം കൊണ്ട് സംസാരിച്ചു. കൊണ്ട് സംസാരിക്കാൻ നമുക്കെല്ലാം വളരെ ഈസി അല്ലേ? ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെ ഞാൻ നോക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, കൊണ്ട് പറയാനായി. ഇവിടെ ഹന്ന കൊണ്ടല്ല പറഞ്ഞത്, ഹൃദയം കൊണ്ട് സംസാരിച്ചു. അവിടെ നാവ് മാത്രം, ചിരി മാത്രം അനങ്ങുന്നത് ഏലി പുരോഹിതൻ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ഭാഗത്തേക്ക് ഞാൻ തിരിയുന്നില്ല. ഏലി പ്രവാചകൻ, പുരോഹിതൻ, ഒരു ദൈവത്തിന്റെ ദാസന് ഹന്നയുടെ വ്യസനം മനസ്സിലാക്കി ഹന്ന എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ വണ്ണം ആ ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിരി മാത്രം അനങ്ങുന്നുണ്ട്. അപ്പോൾ ഏലി പറയാണ്, നീ രാവിലെ വീഞ്ഞും മദ്യവും കൊല്ലവും കുടിച്ച. ആ സമയത്ത് ഹന്ന പറയാണ്, യജമാനനെ, ഞാൻ വീഞ്ഞും മദ്യവും ഒന്നും കുടിച്ചിട്ടില്ല. എന്റെ ഹൃദയം ദൈവസന്നിധി ദൈവത്രേ. ഇന്ന് ഈ സമയത്ത് പ്രിയ സഹോദരീസഹോദരന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, പ്രിയ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പറയാം. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരാൾ വസനത്തോടെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ ഒരു വാക്ക്, പ്രിയ സഹോദര, ഞാനിപ്പോൾ ആശുപത്രിയിൽ, എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കും എന്ന് ഞാൻ ചോദിച്ചു. എന്തോ പറ്റി? ഞാൻ ഹാർട്ടിൻ്റെ പ്രയാസത്താൽ ആശുപത്രി. അവിടെ ഇരുന്നുകൊണ്ട് എന്നോട് സംസാരിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിലെ വേദന ഫോണിൽ കൂടെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ദിവസം ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഹൃദയത്തിലെ ആ അവസ്ഥ ഫോണിൽ കൂടെ ആണെങ്കിലും ഹൃദയംഗമായി സംസാരിക്കുമ്പോൾ, വേദനയോടുള്ള സംസാരം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്ന വാക്കുകളാണ് എന്ന് കാണുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നത് ഹൃദയത്തിൽ നിന്നല്ലാത്ത ശുശ്രൂഷയും ചെയ്യാൻ അനേകം പേരെ കാണും. കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ വായിക്കുവാൻ കഴിഞ്ഞത്, ആ ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ സുവിശേഷൻ ബാലസംഘത്തിന്റെ ഒരു ബാനറിൽ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് കോവിഡ് വന്ന അന്ന് തൊട്ട് ഇന്ന് വരെയും എല്ലാ ദിവസവും വൈകിട്ട് 9:30 മുതൽ 10:30 വരെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഇന്നലെ എനിക്ക് കയറുവാൻ കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന ലീഡ് ചെയ്ത, പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ ആ സഹോദരൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, മലബാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം. മലബാറിൽ അനേക സഭകളുണ്ട്. എന്നാൽ പലപ്പോഴും വളരെ ചുരുക്കമായിട്ടുള്ള കുടുംബങ്ങളാണ്. അതിനല്ലായിരുന്നു പ്രാധാന്യം കൊടുത്തത്. താൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അവിടെ ഉള്ള പ്രിയപ്പെട്ടവർ, സുവിശേഷന്മാർ ദൈവവിളി ഏതു വിധത്തിലാണെന്ന് മനസ്സിലാക്കാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുകൊണ്ട് അന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഉള്ളവര് പോലും ഹൃദയംഗമായ ഒരു രീതി ഇല്ലാത്തതുകൊണ്ട് ഉള്ളവര് പോലും സഭയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ദുർവിധി ഇന്ന് ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ വാക്കുകള് ഹൃദയംഗമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൃദയം പകർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ഇടയാകണം. കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഇടയാകണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് കൊടുക്കുവാൻ ഇടയാകണം. കുടുംബ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ ഇടയാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഹന്ന ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. അതുകൊണ്ട് ഹന്നയ്ക്ക് എന്ത് ലഭിച്ചു എന്ന് നമുക്കറിയാം. അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മകനെ ലഭിച്ചു. അവിടെ വായിക്കുന്ന 28-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവൻ അവളെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദ്യനായിരിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചു, വളരെ നാളുകൾ കൂടി മറ്റുള്ളവരുടെ ദുഷിയും നിന്നയൊക്കെ അനുഭവിച്ച് ഒരു കുഞ്ഞിനെ ജനിച്ചിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഏലി പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവിട്ട്, നമ്മളിങ്ങനെ പറയാറുണ്ട്, ഓമനിച്ച് കഴിഞ്ഞില്ല അല്ലേ, സ്നേഹിച്ച് കഴിഞ്ഞില്ല. ആ ഏലി പുരോഹിതന്റെ അടുക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട്, നീ ഏലിക്ക് ഒരു ശുശ്രൂഷകനായി ഇരിക്കണം എന്ന് പറയുവാൻ. ഞാൻ നോക്കിയിട്ട് ആ ജ്യേഷ്ഠ സഹോദരിയുടെ മനോഭാവം ഒന്ന് ചിന്തിച്ചു.
വളരെ നാളുകളായി പ്രാർത്ഥിച്ച് കരഞ്ഞു ലഭിച്ച ഒരു കുഞ്ഞിനെ അവന്റെ ബാല്യപ്രായത്തിൽ തന്നെ അവനെ ആ ഏലി പുരോഹിതന്റെ അല്ലെ ദേവാലയത്തെ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവിടുന്ന ഒരു മാതൃഹൃദയം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതാണ് നേർന്നത് നിശ്ചയമായി നിറവേറ്റിയെന്ന് നമുക്ക് കാണുവാനായിട്ട്. നമ്മളൊക്കെ സാധാരണ തീരുമാനമെടുക്കുന്ന ദിവസമുണ്ടല്ലേ, എന്നാണ് എല്ലാവരും അറിയാം. ഒരു വർഷത്തിന്റെ എൻഡിങ് അല്ലെ, ഒരു വർഷം പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നാം ഒത്തിരി തീരുമാനങ്ങൾ. അതിങ്ങനെ ഞാൻ പറയട്ടെ, നേരും പലതും നേർന്നിട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ. നേരാതിരുന്നെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നേർന്നിട്ട് അല്ലെങ്കിൽ നാം തീരുമാനിച്ചിട്ട് ആ തീരുമാനം നാം ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ ആ ദൈവം മാത്രമല്ല കേൾക്കുന്നത്. ആരാ കേൾക്കുന്നത്? പിന്നെ ആരോടാ കേൾക്കുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കട്ടെ. ദൈവം മാത്രമല്ല കേൾക്കുന്നത്, പിശാചും എന്ത് ചെയ്യുക? കേട്ടോണ്ടിരിക്കുക. ഞാൻ പറയുന്ന സാക്ഷ്യം പിശാചും കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇന്നത് ചെയ്തോളാം. ഞാൻ കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവം ആയുഷും ആരോഗ്യം ലഭിക്കുന്നെങ്കിൽ 2024 അല്ല, ഇനി അടുത്ത ചില മാസങ്ങൾ കഴിയുമ്പോൾ 2025 ഞാൻ ഇന്നതൊക്കെ ചെയ്യാമെന്ന് തീരുമാനമെടുക്കും. സഭാമധ്യേ ഇന്നിച്ച് പറയും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സഭാമധ്യേ ഇന്നിച്ച് പറയുമ്പോൾ ആ ചിന്ത, ആ അറിവ് ആർക്ക് ലഭിക്കും? സാത്താന് ലഭിക്കും, പിശാചിന് ലഭിക്കും. ആ പിശാച് കേട്ട് കഴിഞ്ഞ് എങ്ങനെങ്കിലും ആ തീരുമാനത്തിൽ നിന്ന് എന്നെ വ്യതിചലിക്കുവാനുള്ള എല്ലാ പണിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പരാജയം അവിടാണ് ഉണ്ടാകുന്നത്. ഞാൻ ഇന്നലെ ആ കാര്യം ചിന്തിച്ചു. കർത്താവേ, ഞാൻ എടുത്ത തീരുമാനങ്ങൾ എനിക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും സഭാബോർഡിൽ എണ്ണിച്ചെന്ന്, കർത്താവേ, അടുത്ത വർഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തേക്കാം, ഇന്നത് തീരുമാനിക്കുന്നു, ഞാൻ ഇന്നടുത്ത് പോയേക്കാം, ഇന്ന കർത്താവിന്റെ വേല ചെയ്തേക്കാം, ഇന്ന രീതിയിൽ ജീവിച്ചേക്കാം എന്നൊക്കെ തീരുമാനമെടുക്കും. എന്നാൽ തീരുമാനം പലപ്പോഴും നടക്കാതെ. കാരണം എന്താണെന്നറിയാമോ? പിശാച് നമ്മളെ ആ വിധത്തിൽ കൊണ്ടുപോകുകയില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തകർച്ചയും റിസൾട്ടില്ലായ്മ അല്ലെങ്കിൽ ഫലമില്ലായ്മയും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇവിടെ നേർന്നത് നിറവേറ്റി. അതുകൊണ്ട് എന്തായി തീർന്നു? ആ ശൗമേൽ ബാലൻ, അതിനെ കുറിച്ചൊന്നും പറയണ്ടായല്ലോ. ശൗമേൽ ബാലൻ ആരായി തീർന്നു? ഏലി പ്രവാചകന് വരാൻ പോകുന്ന ശിക്ഷ പോലും നേരിട്ട് ആ ബാലൻ ശൗമേൽ ഏലിയോട് പറയാൻ പ്രാപ്തനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വായിക്കുന്നത് ഏലി പുരോഹിതൻ പ്രവാചകന് വരാൻ പോകുന്ന ശിക്ഷ പോലും ശൗമേൽ ബാലന് അല്ല ശൗമേലിന് ദൈവം കാണിച്ചു കൊടുത്തു എന്ന് കാണുവാൻ കഴിയും. ദൈവസന്നിധിയിൽ അവനെ നിവേദിച്ചപ്പോൾ അവൻ ആരായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എത്രയോ സന്തോഷകരമായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭൗതികമായ ഒരു ചെറിയ വിഷമ ആ ഭാഗത്തുണ്ടായി കാണും. ആർക്ക്? തീർച്ചയായിട്ടും മാതൃഹൃദയത്തിന് ഉണ്ടായി. എന്നാൽ ഹന്നയ്ക്ക് ലഭിച്ച ആ ഭൗതികമായ കാര്യം നമുക്കറിയാം. അവിടെ 21-ാം വാക്യം, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശൗമേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യമാണ് വായിച്ചത്. 21-ാം വാക്യം ഞാൻ പറയട്ടെ, ശൗമേൽ ബാലന് ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവളെ ദൈവം അനുഗ്രഹിച്ചു. ആ സഹോദരിയെ ദൈവം അനുഗ്രഹിച്ചു. എന്ത് ലഭിച്ചു? അവൾക്ക് 3 പുത്രന്മാരും 2 പുത്രിമാരെ കൂടെ ലഭിച്ചു. ഇനി എന്താ വേണ്ടിയേ? ഇവിടെ ദുഃഖത്തിലായിരുന്ന, പ്രതിയോഗി കളിയാക്കിക്കൊണ്ടിരുന്ന, നിന്ദിച്ചുകൊണ്ടിരുന്ന, സമൂഹത്തിൽ വെറുക്കപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ആ കുടുംബത്തിൽ തന്നെ വളരെയധികം ആ ദുഃഖം അനുഭവിച്ച ഹന്നയ്ക്ക് ലഭിച്ച സന്തോഷം. ഇന്ന് ഉച്ചയോടടുത്ത സമയത്ത് ഞാൻ പിതാക്കന്മാരോടും മാതാക്കളോടും പറയട്ടെ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നമുക്ക് നല്ല ദാനത്തെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബസ്ഥായ മകനും പ്രിയ അപ്പവും ആശ്രമം ഒക്കെ ഞാൻ ഓർപ്പിക്കട്ടെ. അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊക്കെ, എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തമോൻ വിവാഹിതനായി, രണ്ടാമൻ UK ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു, അവനിപ്പോൾ അവിടെ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ദൈവം തരുന്ന ദാനം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കും. നമ്മുടെ മുന്നിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ദൈവം തരുന്ന ദാനത്തെ പ്രാർത്ഥനാപൂർവ്വം വളർത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഇടയാകും. ദൈവം അതിൽ കൂടെ അനുഗ്രഹിക്കും. ഇവിടെ വായിക്കുന്നത് ഭൗതികമായി അവിടെ കാണുന്നത് അല്ലെങ്കിൽ അവിടെ കാണുന്നത് ആ അന്യ വീണ്ടും മക്കളെ ജനിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയും. ജനിക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ആ വിധത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കുടുംബം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന മാതാക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയ അമ്മച്ചിയോടുണ്ട്, പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾ സാക്ഷി പറഞ്ഞപ്പോൾ നിഴലിച്ചു നിന്നത് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, അമ്മച്ചി, ഗ്രാൻഡ് മാതർ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. അതെ, ഞാൻ ഓർപ്പിക്കട്ടെ, അതുപോലെ നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നേക്ക് 6 വർഷത്തിന് മുന്നേ എന്റെ അമ്മച്ചി ഈ ലോകത്ത് നിന്ന് വിട്ടുമാറിയപ്പോൾ പോകുന്ന സമയത്ത് ആ കിടക്കയിൽ ഇരുന്നപ്പോൾ അമ്മച്ചിക്ക് പറയാനുള്ള ഒരൊറ്റ വാക്ക്, തിരുവല്ല മെഡിക്കൽ മിഷനിലെ AB വാർഡിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ICU പെട്ടെന്ന് ഇറക്കി ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞെങ്കിലും ആള് വെളിയിലേക്ക് വന്നപ്പോൾ അല്പം സ്മാർട്ടായി. ഞങ്ങളോട് സംസാരിച്ചു. എന്റെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ വേല അനുഗ്രഹമായി ചെയ്യും. റിലാക്സായിട്ട് അമ്മച്ചി അങ്ങനെയല്ല പറഞ്ഞത്. ഭൗതികമായി യാതൊന്നും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു. ഞാൻ അമ്മച്ചിയുടെ ഇളയ മോനാണ്. അപ്പോൾ എന്നെ കുറച്ചുകൂടെ സ്നേഹിച്ചു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരിഞ്ഞിട്ട് ആദ്യം പോയത് ഒരു രാത്രി തിരുവല്ല മെഡിക്കൽ മിഷന്റെ കോട്ടേഴ്സിൽ നിന്നാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ആദ്യം ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയത് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാണ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. എനിക്ക് 6 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരിയണമേ കർത്താവ് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് അമ്മച്ചിയെ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരിയുവാൻ ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ എൻ്റെ വൈഫിന്റെ പേര് സിസിലിയാണ്, വയലപ്പുറ സ്വദേശിയാണ്, ബ്രദറൻ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നോളാം. ഞങ്ങള് 2 പേരും കൂടെ അവിടെ ചെന്നപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഴുതിച്ചപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അവനെ ദൈവനാമം ദുഷിക്കുവാൻ ഒരിക്കലും ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, നീ മുഖാന്തരം ആർക്കും വിഷമവും. ഇത്രയും 3 കാര്യം എന്നോട് അന്നേ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് തുടരെ തോരെ എനിക്ക് ചുംബനം തന്നു. ഞാൻ ഇന്നത് ഓർക്കുന്നു. ആരെങ്കിലും ഞാൻ മരണസമയത്ത് ഓർത്തു, കർത്താവേ, എൻ്റെ അമ്മച്ചി എന്നെ ഈ വിധത്തിൽ അനുഗ്രഹിച്ചല്ലോ. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി ഈ ലോകത്ത് നിന്ന്, എൻ്റെ പിതാവ് ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കിടന്ന് 8 വർഷത്തിന് മുന്നേ മരിച്ചു. അത് വീട്ടിൽ കിടന്ന് ഞാൻ ഇന്നലെ ഓർത്തു. ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞു, നമ്മളൊക്കെ പാടാറുണ്ട്, ഫ്യൂണറൽ സർവീസിന് പാടാറുള്ള ഒരു പാട്ടാണ്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആത്മ. ഒരു പ്രാവശ്യം ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷൻ ആയതുകൊണ്ട് ഒത്തിരി മരണവും ഒത്തിരി അടക്കത്തിനും അതുപോലെ മോർച്ചറിയിലും ഒക്കെ പോകാൻ ഇടയായിട്ടുണ്ട്. മോർച്ചറിയിലൊക്കെ പ്രാർത്ഥിച്ച് ഓടി വിടാൻ ഇടയായിട്ടുണ്ട്. അവിടെ ഒക്കെ പാടുന്നൊരു പാട്ടാണ്, വേഗം നാം ചേർന്നിടും. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ കുടുംബത്തിൽ, ചെറിയൊരു വീടാണ്, ആ ചെറിയ വീട്ടിൽ ആ ചെറിയ റൂം ഏകദേശം 10-25 പേര്, അതിലൊരു 10-12 പേര് സുവിശേഷകരാണ്. എൻ്റെ സഹോദരങ്ങളുണ്ട്, എൻ്റെ അമ്മച്ചിയുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ തലക്കിൽ ഇരിക്കുമ്പോൾ ഈ പാട്ട് പാടി 2 പേര് 2 സുവിശേഷകന്മാർ പ്രാർത്ഥിച്ചു. അത് എനിക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഈ പാട്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണടച്ചു കിടന്ന എൻ്റെ പിതാവ് കണ്ണൊന്നു. അങ്ങനെ എല്ലാവരെയും ഒന്നും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തെന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണു തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കി. മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയില്ല, എങ്കിലും കണ്ണടച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ ഈ ലോകത്ത് എൻ്റെ അപ്പൻ്റെയും എൻ്റെ അപ്പച്ചൻ്റെയും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യം. സാധാരണയൊക്കെ ആണെങ്കിൽ പ്രായമുള്ളതായി രോഗിയായി ഉടനെ ICU കയറ്റും. ICU കയറ്റി ഉടനെ പറയും കാർഡിയോ അറസ്റ്റ് ഉണ്ടായി, വെന്റിലേറ്ററിലാണ്, ഇതാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതിനൊരു അവസരം കൊടുക്കാം. എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും മരണം നേരിട്ട് കാണുവാൻ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഹന്നയുടെ പ്രാർത്ഥന നമുക്ക് വാക്കുകൾ ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭാഗം കൂടെ വളരെ പെട്ടെന്നായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പുതിയ നിയമത്തിലൊരു ഹന്യം എല്ലാവർക്കും അറിയാൻ. പുതിയ നിയമത്തിലൊരു ഹന്യം സുവിശേഷങ്ങളില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാത്യു സുവിശേഷം 2-ാം അധ്യായം 36 മുതലുള്ള വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. വളരെ പെട്ടെന്ന് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു ഹന്നയെ പറ്റി പറയും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 35 മുതലുള്ള വാക്യം, അല്ലെങ്കിൽ 36 മുതൽ ഉള്ള വാക്യം, 4 വാക്യത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന. ആ ഹന്നയെ കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്കറിയാം. പലപ്പോഴും നമ്മള് ഈ ആദ്യം പറഞ്ഞ ഹന്നയെ കുറിച്ചാണ് കൂടുതൽ പ്രസംഗം കേട്ടത്. ഈ ഹന്ന നമുക്കറിയാം 84 വർഷം വിധവയായ, ഭർത്താവിനോട് കൂടെ 7 വർഷം മാത്രമേ ജീവിച്ചു. മക്കളുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞു. അപ്പോൾ 84 7 91 അല്ലെങ്കിൽ 92 വയസ്സ്. ഇവിടെ പറയുന്നത് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളും ആണ്. ആ മാതാവിന്റെ കാലഘട്ടത്തിലാണ് ആര് ജനിച്ചത്? അതിനകത്ത് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. വീണ്ടെടുപ്പുകാരന് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ട് ഹന്നയെ കുറിച്ച് പറയുന്നത്, ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. വായിക്കുന്നത്, വീണ്ടെടുപ്പുകാരന് വേണ്ടി, യെരൂശലേമിന്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി കാത്തിരുന്ന ഹന്ന. വായിക്കുന്നത് വളരെ പ്രായം ചെന്നവളാണ്, വയസ്സ് എന്നവളാണ്. 7 വർഷം വിവാഹ ജീവിതം നയിച്ചോ, 84 വർഷം വിധവയായി തീർന്നോ, കർത്താവിന്റെ ജനനത്തിന് വേണ്ടി നോക്കി. യേശു ജനിച്ചു. ശിശുവിനെയും കൊണ്ട് ആ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ശിമയോൻ കൈകളിൽ ഏന്തിയിട്ട് പറയാണ്, ഇവനാണ് ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് ആ വാക്കുകൾ കാണുവാൻ കഴിയും. അതൊക്കെ കേട്ടിട്ട് ആ ഹന്നയെ കുറിച്ച് അവിടെ പറയുന്നത്, അവിടെ വായിക്കുന്നത്, വയസ്സ് ചെന്നവളും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. എന്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഇവിടെ ഒരു മാതാവിനെ നമുക്ക് കാണാൻ, ഇവിടെ ഒരു സഹോദരിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. വീണ്ടെടുപ്പുകാരന് വേണ്ടി നോക്കിയിരുന്ന ഹന്ന, ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ച്, പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ച ഒരു ഹന്ന, ഇവിടെ ഇതാ വീണ്ടെടുപ്പുകാരന് വേണ്ടി നോക്കിയിരുന്ന എന്റെ സഹോദരീസഹോദരന്മാരെ, നമ്മുടെ കർത്താവ് വീണ്ടെടുത്ത നാം വീണ്ടെടുത്ത ദൈവമക്കളായി തീർന്നപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നാം നോക്കിയിരിക്കുക. സ്തോത്രം. ഇവിടെ ഹന്ന കർത്താവിന്റെ ജനനം, അക്ഷരാർത്ഥത്തിൽ ശിശുവിനെ കണ്ടിട്ട് ഇവൻ ലോകരക്ഷിതാവാണെന്ന് ശിമയോൻ പറയുമ്പോൾ അത് കണ്ടുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ ബോധപ്പെടുത്തി. ഇതാണല്ലോ ഒരു കുഞ്ഞായി ഈ ലോകത്തിലേക്ക് ജനിച്ച യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് നമുക്കെന്ത് ചെയ്തു? രക്ഷയൊരുക്കി. എന്റെ 14-ാമത്തെ വയസ്സിൽ ഈ കർത്താവിനെ എനിക്ക് അറിയുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ബർത്ത്ഡേ പറയാനായിട്ട് കഴിയും. ജഡപ്രകാരമുള്ള ബർത്ത്ഡേ. എന്നാൽ 2 ജനനം നമുക്കുണ്ടില്ലേ. ഒന്ന് ജഡപ്രകാരമുള്ള ബർത്ത്ഡേ, ഒന്ന് കർത്താവിൽ കൂടെയുള്ള വീണ്ടും ജനനം, ബോൺ അഗെയിൻ. അങ്ങനെ 2 ജനനത്തിന്റെ വ്യക്തികളായി നമുക്ക് തീരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളെ അനുഗ്രഹത്തിന്റെ വാക്കുകളായി തീരട്ടെ. പ്രിയ മകന് കുഞ്ഞിനെ കൊടുത്തു, അവർക്ക് വസനായിട്ട് 1 വയസ്സായിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ സമയത്ത്. അതുപോലെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയി തീരുവാനായി അതിനായിട്ട് നന്ദി.
മാത്രമല്ല റോയിയും സുജയും 30 വർഷം ഭയങ്കരമായ ഒരു ദാമ്പത്യ ജീവിതം നയിപ്പാനായിട്ടില്ലായി. ഞങ്ങൾ 31 വർഷമായി. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് കർത്താവിനെ നാമം മഹത്വപ്പെടുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം. ദൈവം എന്നെ പോലെ കരഞ്ഞു പ്രാർത്ഥിക്കണം. ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട്, ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുകയാണ്. ഇവിടെ പ്രായമുള്ള പലരും കൂടെ ഉണ്ടല്ലോ, മാതാപിതാക്കൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനാണ്. കരയുവാനില്ല, പ്രാർത്ഥിക്കപ്പെടാ, കരയുവാനില്ല. ഈ നാളുകളിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തകരായതുകൊണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ മധ്യയുള്ള പ്രവർത്തകരായതുകൊണ്ട് എനിക്ക് കേരളത്തിലെയൊക്കെ വിവരങ്ങൾ അറിയാം. വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് തിരുവല്ലായടുത്ത് ഒരു ക്രൈസ്തവ സ്കൂളിൽ നടന്ന സംഭവം പറയാനാണ്. സെന്റ് തോമസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന 12 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 2 പെൺകുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയിട്ട് അവര് മദ്യപിച്ച് എവിടെയോ ഒരു ഭാഗത്തുനിന്ന് ആ കുഞ്ഞുങ്ങളെ പിടിക്കപ്പെടാൻ പ്രിയപ്പെട്ടവരെ, വളരെ കലുഷിതമായ അന്തരീക്ഷം. നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വളരെ ദുഃഖമാണ്. തിരുവല്ലായിലൊക്കെ എല്ലാം ക്രൈസ്തവ സ്കൂളുകളാണെന്ന് ഒത്തിരി സ്കൂളുകൾ. ഞാൻ തിരുവല്ലായിൽ തന്നെ പറയട്ടെ, അവിടെയും പ്രശ്നം. എൻ്റെ മോനൊക്കെ പഠിച്ച മർത്തോമ റെസിഡൻഷ്യൽ സ്കൂൾ തിരുവല്ല കുറ്റപ്പുഴയിൽ കഴിഞ്ഞ വേനലവധിക്കാലത്ത് 2 കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി. ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞിനെ ഇതുവരെയും കിട്ടിയിട്ടില്ല. എത്ര കലുഷിതം. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പേരൻസിൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് കരയേണ്ടത്? ആവശ്യമുണ്ട്. കരഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനൊരു അവസരം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ കുടുംബത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ പാർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കുടുംബങ്ങളിലേക്ക് പോകാനൊക്കെ ഇടയാകുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായിട്ട് നന്ദി. ഹന്നയെപ്പോലെ കരഞ്ഞു, ഹന്നയെപ്പോലെ ഉപവാസത്തോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം ഇന്നും